സമയം കളയാതെ ക്രിസ്ത്യൻ മോളെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യും. പ്രാർത്ഥനയോടെ ജനത്തിന്റെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. അമേൻ. കൂടി വന്നിരിക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. Praise and thank God for the opportunity to complete this message that had been started a couple of weeks ago. So I pray that the Holy Spirit may speak through me and to all of us, so that we may receive from the word today. പ്രിയമുള്ളവരെ, 2 ആഴ്ച മുമ്പ് ദൈവം വളർച്ചയുള്ള ബന്ധത്തിൽ തന്ന വചനം പൂർത്തീകരിക്കാൻ ഒരു അവസരം നാഥൻ തന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അതുകൊണ്ട് അവൻ ഇന്ന് രാത്രി എന്റെ ബുദ്ധിയോ പ്രമാണമോ വചനമോ ഒന്നും കേൾക്കാനിടയാകാതെ എന്നിൽ കൂടി അവൻ എന്റെ അധരങ്ങളിൽ കൂടി എന്റെ ചിന്തകളിൽ കൂടി അവൻ എന്നിൽ കൂടി സംസാരിക്കുന്ന വചനത്തിൽ കൂടി കർത്താവ് തന്നെ നമ്മോട് ഇടപെടുവാൻ ദൈവജനത്തിന്റെ പ്രാർത്ഥനയെ ഞാൻ അവൻ ആദ്യമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. As my dad just mentioned about how being saved and completing salvation through baptism, we think it's such a big deal, but that's only scratching the surface. That's only starting you out on the course of growth. Jesus said no one can enter into the kingdom of heaven without being born again. So when you're born again, just like how a newborn is born into this world, you are a newborn. You are born and you are new to the world, but it doesn't make sense for a newborn to stay a newborn forever. Every month, every year passes, that newborn, it would be odd to see a baby stay a baby. That baby needs to grow. So in the same way, if you have accepted Jesus into your life as your Savior, if you have joined His death and resurrection through baptism, then your old self is gone, the new self is here, but the new self needs to grow. ഇന്ന് രാത്രികാലം അനേക മനുഷ്യരും മാനസാന്തരപ്പെട്ട് രക്ഷയിലേക്ക് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഏതാണ്ട് വലിയൊരു കാര്യമാണ്, വലിയ അക്കംപ്ലിഷ്മെന്റ് തന്നെയാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു കഴിഞ്ഞു എന്ന് പറയുമ്പോഴേ എല്ലാം തീർന്നു, ഐ എം ദേർ എന്നൊരു ചിന്ത അവൻ പെന്തക്കോസ്തുകാരെ എന്ന് അവൻ സ്വയം വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെയും അവൻ അങ്ങനെ ഒരു ചിന്താഗതിയുണ്ട്. ഇന്ന് രാത്രി യേശു പെന്തക്കോസ്തുകാരെ ഉണ്ടാക്കാൻ വന്നിട്ടില്ല. അവൻ സ്വന്തം യേശു പറഞ്ഞു, ഞാൻ എന്റെ സഭയെ അവന്റെ ശരീരം. അത് പെന്തക്കോസ്തോ യാക്കോബയോ മർത്തോമയോ ഒന്നുമല്ല. അവന്റെ വചനത്തിന്റെ ഇഷ്ടപ്രകാരം അവന്റെ വചനത്തിന്റെ വ്യവസ്ഥയിൽ നടക്കുന്നത്. കാരണം നമ്മൾ പാരമ്പര്യക്കാരെ പോലെ സഭയിൽ പുകഴുന്ന പരിപാടി നിർത്തിയിട്ട് ഇന്ന് രാത്രി പരിശുദ്ധമ്മ പറയുക, കുഞ്ഞെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അവൻ അനേകം ഞാൻ ആഭരണം, അതൊന്നും അല്ല വിഷയം. അവൻ സ്വന്തം ചെയ്യുന്നു. ഇന്ന് രാത്രി പരിശുദ്ധമ്മ പറയുന്നത്, അവൻ സ്വന്തം ഒരു ശിശു ജനിക്കുമ്പോൾ, ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ എന്നും ആ കുഞ്ഞിനെ കാണാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അവൻ സ്വന്തം കുഞ്ഞിന്റെ അവൻ നടപ്പ് ചിരിയൊക്കെ കാണുമ്പോൾ നമുക്ക് എല്ലാം സന്തോഷമാണ്. പക്ഷെ ഒരു കുഞ്ഞൊരു കുടുംബത്തിൽ ജനിക്കുന്നതെന്നും കുഞ്ഞായിട്ടിരിക്കാനല്ല, ആ കുഞ്ഞു വളരണമെന്ന് അമ്മയേട്ടന്മാരും ഭവനക്കാരും ആഗ്രഹിക്കുന്നത് പോലെ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാനും നിങ്ങളും പാപത്തെക്കുറിച്ചുള്ള ബോധം വന്ന് മനസാന്തരപ്പെട്ട് അവൻ പാപവഴികളെ വിട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവിന്റെ കർത്താവിന്റെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് കുഞ്ഞുങ്ങളായി ജനിച്ചു വീഴുമ്പോൾ അവൻ സ്വന്തം ആ വീണ്ടും ജന്മം, യേശു പറഞ്ഞു വീണ്ടും ജനിക്കാതെ നീ വീണ്ടും ജനിപ്പിക്കുക, ദൈവരാജ്യം കണി കാണത്ത് പോലും ഇല്ല. അപ്പൊ കണി കാണണേ, അകത്ത് കഥ വീണ്ടും ജനനമാണ്. പക്ഷെ വീണ്ടും ജനനം കൊണ്ട് തീരുന്നില്ല. എന്നും നീ ശിശു, അവൻ ആത്മീക ശിശുവായിരിക്കാൻ ദൈവത്തിന് ആഗ്രഹമില്ല. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നീ അവൻ കട്ടിയായുള്ള ആഹാരം കഴിക്കാൻ, പ്രായമുള്ള വ്യക്തിയെ പോലെ പെരുമാറാൻ, നീ 2 കാലിൽ എന്ന് കിടന്ന് ആ പായ കിടന്ന് ഉരുളാനല്ല, ഇല്ല മുട്ടുമേ എഴയാനല്ല, നീ എഴുന്നേറ്റ് നടക്കാൻ, ആരോഗ്യമുള്ള ശരീരം പ്രാപിപ്പാൻ, നല്ല മസിലുള്ള ആരോഗ്യമുള്ള ഒരു വിശ്വാസിയായി തീരാൻ, ദൈവരാജ്യത്തിന് പിശാചിന്റെ കോട്ടകളെ ഇടിക്കുന്ന അധികാരമുള്ള ദൈവത്തിന്റെ കയ്യിലെ ഇണങ്ങിയ ആയുധങ്ങളാകാൻ. അടവരഹതന വൽഘടരഹസ്യ ഉണങ്ങിയ അസ്ഥികളെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യപുത്ര, ഈ അസ്ഥികൾ നിന്നെ ജീവിപ്പിക്കുന്നത് ദൈവത്തിന്റെ വലിയൊരു സൈന്യമായി തീരാൻ, അവന് വേണ്ടി വൻ കാര്യങ്ങളെ അക്കംപ്ലിഷ് ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം എന്നിൽ നിന്നും നിന്നിൽ നിന്നും വളർച്ച ആഗ്രഹിക്കുന്നു. It's 15, but for this message we're reading 14 and 15. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ വർഷത്തെ താക്കോൽ വാക്യമായി പരിശുദ്ധാത്മാവ് നമുക്ക് എഫെസ്യ ലേഖനം 4-ാം അധ്യായമാണല്ലോ. 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യമാണ് നമ്മുടെ പ്രധാന വാക്യം. എന്നാൽ 14-ഉം 15-ഉം നമ്മൾ ഒന്ന് വായിക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വായിക്കുന്നു. എഫെസ്യ ലേഖനം അല്ലെങ്കിൽ എടുത്തിട്ടുള്ളവരുണ്ടെങ്കിൽ മലയാളത്തിൽ വായിക്കാം, ഇംഗ്ലീഷിൽ നമുക്ക് വായിക്കാം. 14-ഉം 15-ഉം വാക്യങ്ങള് ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത്, we may be no longer children, tossed and to and fro and carried about with every wind of doctrine by the sleight of men in craftiness after the wiles of error, but speaking truth in love, we may grow in all things unto Him
who is the head, even Christ Jesus. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ ഉഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തുവെന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. A couple of Sundays ago, when we had first dwelt upon this message, I had the chance to take us through, or all of us, the Holy Spirit took us through the development milestones of human beings. It's amazing how God's creation reflects His desire for His spiritual children to grow as well. But I'm not going to go through each single development milestone. We don't have time for that. I'm not going to repeat myself. But the point being, from when you're a baby, you grow into a toddler, you grow into an early child, then you have middle childhood, then you have adolescence, then you grow into adulthood. All these phases, you don't stay the same. There's no stagnancy. Your mind develops, your body develops, the way you interact with other people, the actions that you do, they all change and grow and develop. You're not meant to stay the same. ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ആ സ്ലൈഡ്സിൽ ഒന്നും ബാക്കിലോടൊന്ന് അമ്മ തിരിച്ചാട്ട്, മനുഷ്യനെ ദൈവം ഉണ്ടാക്കുമ്പോൾ ഭൂമിയിൽ ജീവൻ ഉത്ഭവിപ്പാൻ ദൈവം ഇടയാക്കിയപ്പോൾ അവൻ ഒരു വ്യക്തിക്ക് ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ ദൈവത്തിന്റെ ഡിസൈനിൽപ്പെട്ട ഒരു കാര്യമായിരുന്നു വളർച്ച എന്നുള്ളത്. അമേൻ സ്വത്രം. എന്നും ഒരു കുഞ്ഞ് ജനിച്ചതുപോലെ ഇരിക്കുകയല്ല, ആ കുഞ്ഞ് വളരുന്ന പല ഘട്ടങ്ങളുണ്ട്. ആദ്യത്തെ ഘട്ടത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 1ാമത്തെ വർഷം 0 മുതൽ 12 മാസം വരെ ആ കുഞ്ഞ് പതുക്കെ അതിന്റെ ഡൊമൈൻ, ഫിസിക്കല്, കോഗ്നിറ്റീവ്, ലാംഗ്വേജ്, സോഷ്യൽ, ഇമോഷണൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു വളരുന്ന വളർച്ച നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ കർത്താവേ, അങ്ങനെയാണെങ്കിൽ ആത്മീയ ശിശുവായിട്ട് ഞാൻ ദൈവഭവനത്തിൽ ജനിച്ചു വീണപ്പോൾ എന്നെക്കുറിച്ച് ദൈവത്തിന് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടല്ലോ. അതുകൊണ്ട് അവൻ പലപ്പോഴും മിക്കവാറൊക്കെ വിശ്വാസികൾ വന്നിട്ട് രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞാൽ പുറകെ വന്ന് കുത്തിയിരുന്ന് പിന്നെ ആ പാസ്റ്റർ അവരെ ഡോമിനേറ്റ് ചെയ്ത് ഭരിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ ആകാനല്ല ദൈവം നമ്മൾ കാണണമെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ ചർച്ച നോക്കിയാൽ മതി. മേശമേൽ ശുശ്രൂഷിക്കാൻ ആക്കി വെച്ച 7 പേര് പോലും, അതില് പത്രോസിനെ പോലും പുറത്ത് ശക്തിയോട് പ്രസംഗിക്കുന്ന കാണാമില്ല. മരിക്കുന്ന ആദ്യ കർത്താവിനെ മരിക്കുന്നത് അതോ അവൻ പരീക്ഷന്മാരും ന്യായശാസ്ത്രിമാരും ഒക്കെ മേശമേൽ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യത്തിന് വേണ്ടിയാക്കി. നമ്മുടെയൊക്കെ അവൻ സഭകളെ കമ്മിറ്റി കയറുന്നവൻ ജഡീകനല്ലേ? അവൻ ഇത് കമ്മിറ്റിക്കകത്ത് കാര്യാദികളെ നടത്താൻ, അഡ്മിനിസ്ട്രേറ്റീവ് കാര്യം നടത്താൻ, മേശമേൽ ശുശ്രൂഷിക്കാൻ ആക്കി വെച്ചവര് പോലും ആത്മാവിൽ കത്തി വചനം മർമ്മങ്ങൾ വെളിപ്പെടുത്താൻ കഴിവുള്ളവരായി. പത്രോസിനെ കാണുന്നില്ല, വേറെ ആരെയും കാണുന്നില്ല. അവൻ സ്വന്തം അവൻ സദൂക്യരോടും പരീക്ഷന്മാരോടും ഒക്കെ ശക്തിയോടെ വാദിച്ച് സുവിശേഷത്തെ അവൻ ഡിഫെൻഡ് ചെയ്യുന്ന സ്തെഫാനസിനെ പോലുള്ളവർ നോക്ക്. ബൈബിൾ പറയുക, അവൻ സംസാരിച്ച പരിശുദ്ധാത്മാവിനോട് എതിർത്ത് നിൽക്കാൻ ആർക്കും ചെയ്തില്ല. വളർച്ച സഭയിൽ നിങ്ങൾ 1-ാം നൂറ്റാണ്ടിലെ സഭയെ നോക്കിയാല് പാസ്മാർ പറഞ്ഞു, അവര് പറഞ്ഞു എന്തിനാ ഈ 7 വരെ എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും ഇടപെടാൻ സമയമില്ല, ഞങ്ങൾ പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഉച്ചരിക്കട്ടെ പ്രാപിച്ചു പറയാം. പക്ഷെ അവര് പ്രാപിക്കാനിരിക്കുമ്പോൾ മേശമേലിരിക്കുന്നവന്റെ മേലും തീയണം. പുറകെ വന്നിരുന്ന സഭയിൽ കസറെ വന്ന് കുത്തിയിരുന്ന ഹാജര് കൊടുത്തിട്ട് പോകാനല്ല ദൈവരാജ്യത്തിലേക്ക് ജനിപ്പിച്ചത്. അമേൻ സ്വന്തം. ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ 9 മുതൽ 0 മുതൽ 12 മാസം വരെ അത് ബേബിയാണ്. ബേബി അടുത്ത സ്ലൈഡ് വയ്ക്കുക. അതിനുശേഷം അത് 1 മുതൽ 3 വർഷം അതിനെ വിളിക്കുന്ന ടോഡ്ലർ എന്ന് വിളിക്കുന്ന അത് ഓരോ കാര്യങ്ങൾ റീസണിങ് ചെയ്യാൻ, പല കാര്യങ്ങൾ ചേർത്ത് പഠിക്കാൻ, ആ വാക്കുകൾ പറയാനൊക്കെ കുഞ്ഞു പഠിക്കാൻ തുടങ്ങി. അതിനുശേഷം അടുത്ത എന്ന് പറയുന്നത് ഒരു 3 തൊട്ട് 6 വർഷം അത് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയും. ആ സമയത്താണ് ആ കുഞ്ഞ് പല കാര്യങ്ങൾ അതിന്റെ ഹോപ്സ്, സ്കിൽസ് എറിയാൻ പഠിക്കുന്നു, ക്യാച്ച് ചെയ്യാൻ പഠിക്കുന്നു. ഇതേപോലെ വിശ്വാസത്തിൽ ഞാനും നിങ്ങളും വളരണം എന്ന് പകൽക്കാലം ഒന്ന് വിലയിരുത്തിക്ക്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ശേഷം നീ മുരടിച്ചു പോയോ അതോ നീ വളർന്നോ? ഹോളി സ്പിരിറ്റ് ചോദിക്കുക. എന്നൊന്ന് റിപ്പീറ്റ് ചെയ്ത് എപ്രക്കാട്ടുള്ള ഭാഗമൊക്കെ അടുത്തത് എന്റെ കോഗ്നിറ്റീവ് ഇമാജിനേറ്റീവ് പ്ലേ. ആ കുഞ്ഞുങ്ങളെ കൊച്ചുകുഞ്ഞുങ്ങളാകുമ്പോൾ തന്നെ ഇമാജിൻ ചെയ്ത് കളിക്കുന്നൊക്കെ അത് വളരുക. സ്വന്തം ചെയ്യും. ഇതേപോലെ ആത്മീയ ജീവിതത്തിൽ അടുത്തത് ആ കുഞ്ഞ് മുന്നോട്ടാറ് കഴിഞ്ഞാൽ പിന്നെ 6 തൊട്ട് 12 വയസ്സ് വരെ മിഡിൽ ചൈൽഡ്ഹുഡ് സ്വന്തം ചെയ്യും. ടീനേജിന് മുമ്പുള്ള പ്രായം
അത് വായിക്കാൻ സ്റ്റഡി ഗ്രോത്ത് ആണ്, ഇംപ്രൂവ്ഡ് സ്ട്രെങ്ത് ആണ്, കോർഡിനേഷൻ ആണ്, ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ പഠിക്കുകയാണ്. അവൻ നമ്മളൊക്കെ ഇപ്പോഴത്തെ കൊച്ചുപിള്ളേരെ പോലെയല്ലേ ചിന്തിക്കുന്നത്. അവൻ നമുക്ക് അത്ഭുതം, അതിനേക്കാൾ അങ്ങേപ്പുറമുള്ള ചിന്തയുണ്ട്. ക്രിസ്തുവിൽ അവൻ ആഴത്തിൽ ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ക്രിസ്തുവിന്റെ മർമ്മങ്ങൾ, ദൈവത്തിന്റെ വഴികളെ തിരിച്ചറിയാൻ നാം പ്രാപ്തരാകണം. സോഷ്യൽ, ഇമോഷണൽ, പിയർ റിലേഷൻഷിപ്പ്, അവൻ എങ്ങനെ കൂട്ടു സഹോദരന്മാരുമായി വർത്തിക്കണം. ഇന്നും കൊച്ചുപിള്ളാരെ പോലെ അവനെന്നെ പിച്ചി, ഇവനെന്നെ നുള്ളി, അവനെന്നെ ഇങ്ങനെ നോക്കിയെന്ന് പറഞ്ഞ് വിശ്വാസികൾ തമ്മിൽ അടിക്കുമ്പോൾ നോക്കണം, അയ്യോ ശിശുക്കളെക്കാൾ കഷ്ടത്തിലുള്ള അവസ്ഥയിലാണ്. യു ഹാവ് ടു ഗ്രോ, നീ വളരണം. അവൻ സ്വന്തം ചെയ്യുന്നു. ഇനി അടുത്ത സ്റ്റേജ് പോകുകയാണെങ്കിൽ ടീനേജ്, അവൻ പ്രായം കാണാം. ഒരു 12 മുതൽ അവൻ 18 വയസ്സുള്ള ടീനേജ് പ്രായങ്ങള് അവർ വളരുക. വീണ്ടും അവൻ സമൂഹങ്ങളോട് ഇടപെടാനായിട്ട് അവരുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുകയാണ്. അവർ തന്നെത്താൻ കേപ്പബിൾ ആകുക. ഓരോ കാര്യങ്ങളിലും അവരുടെ ഇമാജിനേഷൻ, അവരുടെ തോട്ട് പാറ്റേൺ മാറുക. അത് കഴിഞ്ഞ് പിന്നെ അഡൽട്ട്ഹുഡിലേക്ക് പോകുമ്പോൾ അവൻ 18 മുതൽ അവൻ സ്വന്തം പ്ലസ് ഇയേഴ്സ് അഡൽട്ട്ഹുഡ്, പൂർണ്ണ വളർച്ചയിലേക്ക് അവർക്ക് തന്നെ ഇമാജിൻ ചെയ്യാൻ, അവരുടെ പുതിയ കാര്യം സ്റ്റാർട്ട് ചെയ്തക്കണം, കുടുംബം സ്റ്റാർട്ട് ചെയ്തക്കണം, അവരും വളരുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിക്കാം, സ്നാനപ്പെട്ടിട്ട് എത്ര വർഷമായി? എന്നിട്ട് ഒന്ന് ചോദിക്കാം, ഞാൻ എന്ത് വളർന്നു? ഇന്നും ഇട്ടവട്ടത്തിൽ കിടന്ന് ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ വാടി മനുഷ്യരോട് വഴക്കുണ്ടാക്കി പരാതിയും പറഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ നിന്റെ വളർച്ച ക്രിസ്തുവിൽ എങ്ങോ എത്തിയിട്ടില്ല. പരിശുദ്ധാത്മ ഓർപ്പിക്കുക. ആരെ കൊണ്ടുപോകാൻ ആ കർത്താവ് എന്നറിയാമോ? വളർന്നവരെ. കാരണം അറബക്കഥ ഇന്നും കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കാൻ പ്രാപ്തിയായിട്ടില്ല. ഇപ്പോഴും ഹൈപ്പ് കൊണ്ട് ജീവിതം പോകുന്നില്ല. പ്രിയമുള്ളൊരു ജീവിതം പച്ച റിയാലിറ്റി. അതിന്റെ മധ്യത്തിൽ ഫലം കായ്ക്കണം. നീ വളരണം. നിന്റെ ചിന്തകൾ, നിന്റെ സ്കില്ലുകൾ, കോഗ്നിറ്റീവ് സ്കിൽസ് വളരണം. നിങ്ങൾക്കറിയാം, ഒന്ന് ശ്രദ്ധിക്കണം. ഇന്ന് നിങ്ങൾ കൃപയാൽ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ അൻസമോന്റെ സ്വന്തം ഫ്യൂണറൽ സർവീസ് ഞാൻ കരഞ്ഞുപോയി. നമ്മുടെ കുഞ്ഞുങ്ങളില് ഞാൻ അറിയാതെ ഓർത്ത് അവിടെ ചില കുഞ്ഞുങ്ങളെ എടുത്തുനിന്ന് വന്നത് ശരീരം, തലയൊക്കെ വളർച്ചയുണ്ട്, ശരീരത്തിനൊരു വളർച്ചയില്ല. എന്നിട്ട് ആ കുഞ്ഞുങ്ങളെയൊക്കെ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞുപോയി. ഐ വാസ് ബ്രോക്കൺ. ഇന്നലെ കഴിഞ്ഞ ദിവസം സ്വന്തം യൂട്യൂബില് കഷ്ടമനുഭവിക്കുന്ന ഭക്തരെ കുറിച്ചിടുന്ന ആ പ്രിയ സജി പള്ളിക്കുന്നുള്ള പുള്ളിക്കാരൻ ഒരു യവനക്കാരനെ കുറിച്ച് പറഞ്ഞു. ഇട്ടേക്കുന്നത് വായിച്ചപ്പോൾ എന്റെ ഉള്ളിൽ ഒത്തിരി തേങ്ങിപ്പോയി. കാരണം സ്വന്തം 2020 സ്വന്തം ചെയ്യുന്നു. ലറ്റീവിയ എന്ന് പറഞ്ഞ ഒരു യൂറോപ്യൻ രാജ്യത്ത് എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി മോഹനെ വിട്ടതാ. പോയി ഇറങ്ങിയ ദിവസം തന്നെ കോവിഡ് പിടിച്ചിട്ട് പിന്നീട് കോവിഡിന്റെ കോംപ്ലിക്കേഷൻസ് അവന്റെ ബ്ലഡ് എല്ലാം ക്ലോട്ട് ചെയ്യാൻ തുടങ്ങി. 24 വയസ്സുണ്ട്. കിടക്കയിൽ കിടന്ന കുഞ്ഞിനെയും ഒന്നുമില്ലാതെ കഷ്ടത്തിലായിരിക്കുന്ന ആ മാധവന്മാരെ കണ്ട ഫാസ്റ്റാണ്. കുറച്ചോളം ശ്രദ്ധിക്കണം. അപ്പോൾ ആ കുഞ്ഞൊന്നും ഞാൻ കർത്താവേ കൃപയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളർച്ചക്കൊന്നും നമ്മെ അനുഗ്രഹിക്കുന്ന കാര്യം പറഞ്ഞു. ഇന്ന് രാത്രി ഓർത്ത് സ്വർഗത്തിലാക്കുന്ന ഒരു അപ്പന്, നിങ്ങളൊക്കെ ഒരു അപ്പനാണ്, നിങ്ങളുടെ കുഞ്ഞുണ്ട്, ആ കുഞ്ഞിന് വളർച്ചയില്ലെങ്കിൽ നിങ്ങളുടെ ചങ്ക പഠിക്കുന്ന സ്വർഗത്തിലെ പിതാവിന്റെ വേദന. നീ പാപമൊന്നും ചെയ്യണ്ട. അല്ലയോ ഞാൻ പാപം ചെയ്യും. നീ പാപം ചെയ്യണ്ട. നീ ഒന്നും ചെയ്യാതിരിക്കുമ്പോ നാഥന്റെ ചങ്ക് പടയുക. കാരണം ചങ്കിലെ ചോര കൊടുത്ത ഒത്തിരി വിലയാ മുടക്കി നിങ്ങളെ വീണ്ടും ജനിപ്പിക്കാൻ. അവന്റെ വിളി, അവന് മുടക്കു മുതൽ ഒത്തിരി ഉണ്ട്. സോമനപുത്രനെ തകർത്ത് നിന്നെ ജനിപ്പിച്ചിട്ടും ഇന്ന് രാത്രി ഇവിടെ വർഷങ്ങളെ പ്രയത്നിച്ചിട്ട് നടക്കാൻ പ്രാപ്തിയായോ? അഡൽട്ടിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി കരയം കർത്താവെ ഞങ്ങളെ പഠിപ്പിക്കുക, തിരുവചനം കൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കുക. മായമില്ലാത്ത സ്വതന്ത്രം ചെയ്യുന്നു. ആ പാല് കൊണ്ട് ഞങ്ങൾ ശിശുക്കള് ഇനി കട്ടിയായിട്ടുള്ള ആഹാരം കഴിച്ച് വളരാൻ ഞങ്ങളെ സഹായിക്കുക എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. So it's about the 8:30, 20 minutes ahead of me. We see the difference between being childlike versus being childish. We're not going to read you can flip the reference, take a look at them, but we see two different instances where Jesus is talking about welcoming children in His presence and saying, unless we do not turn like these children, we will not enter the kingdom of God. But Jesus is not encouraging and affirming childishness. He's affirming childlikeness. There's a distinction. Childlikeness is trusting dependence. Humility, because a child has no, what do you call it, jada. A child has no ego. A child is teachable. A child is sincere. A child is pure of heart and receptive and carefree. A childish individual has immature reasoning, is self-centered, impulsive, with shallow understanding, emotional instability, and careless. A childlike person is carefree. A childish person is careless. So in a
innocence does not equal immaturity. When Christ calls us to be like children in innocence, that is not giving us a license to be immature. The reason why Jesus openly invited children to his presence was because he knew that children are most willing to grow. The whole entire occupation of a child is to simply grow. ഇന്ന് രാത്രികാലം ഒരു കാര്യം നമ്മൾ ഓർക്കണം. പലപ്പോഴും വളർച്ചയെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടല്ലേ നമ്മൾ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല. ചിലർ വിഷയം വളരാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മുളം തന്നെ ആയിരിക്കും ശിശുക്കളെ പോലെ. അങ്ങനെയല്ല കർത്താവ് ഉദ്ദേശിച്ചത്. അമ്മ സ്വന്തം ചെയ്യുന്നു ചൈൽഡ് ലൈക്ക് ആയിരിക്കാം, പക്ഷെ നീ ചൈൽഡിഷ് ആകരുത്. അമ്മ സ്വന്തം ചെയ്യുന്നു ശിശുക്കളെ പോലെ ആകണം, പക്ഷെ അമ്മൻ എന്താ കുട്ടി കളി പോലെ കുട്ടിത്തരമാകരുത്. അമ്മൻ കൊച്ചു പിള്ളേർ ശിശുക്കളെ പോലെ ആകണം അവന്റെ അർത്ഥം. അമ്മ നിങ്ങൾ ഒരു കൊച്ചു കുഞ്ഞിനെ ഒരു മേശമേലോട്ട് വെച്ചിട്ട് മോനെ ബാ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പണ്ട് കാലം എടുത്തൊരു ചാട്ടമാ. അതിനോട് ഇവൻ കയറുമ്പോൾ താഴെ വീഴുമെന്നുള്ള പേടിയൊന്നുമില്ല, എടുത്തൊരു ചാട്ടമാ. കാരണം നല്ല ഉറപ്പാ അപ്പൻ എന്ത് ചെയ്യും? അതാണ് ചൈൽഡ് ലൈക്ക് ട്രസ്റ്റ്. നിന്റെ ആശ്രയത്തിൽ. അടുത്തത് അമ്മ ഡിപ്പെൻഡൻസ്, ആശ്രയത്തില്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങള് അമ്മ സോദർ ചെയ്യുന്നു? അവ ഞാൻ എങ്ങനെ ബില്ലടക്കുമെന്ന് ഓർത്ത് ഇല്ല നാളെ എന്താ കഴിക്കാമെന്ന് ആരെങ്കിലും കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ? അവൻ വെറിയുന്നു അവരോടി ആനന്ദോട്ട് നാളെ ബില്ലടച്ചോ അവൻ കറണ്ട് ബില്ലടച്ചോ ഒന്നും അവർക്ക് വിഷയമല്ലേ. കാരണം അവർക്ക് ആശ്രയം അപ്പനുണ്ട്, അമ്മ ഉണ്ട്. വിശന്ന ഉടനെ പോയോ ഞാൻ പോയി ഗ്രോസറി വാങ്ങണോ? അവരൊരു കരച്ചിലും കരയും. അപ്പനും അമ്മയും കൊണ്ട് അതാ ചൈൽഡ് ലൈക്ക്. ഈ കുഞ്ഞുങ്ങളെ പോലെ ശിശുക്കളെ പോലെ ആയി വന്നില്ലേ എന്ന് വെച്ചാൽ കുട്ടിത്തരമോ കുട്ടിക്കളിയോ കുട്ടിത്തരമാകരുത്. അടുത്ത പറയാം നമുക്ക് ഹ്യൂമിലിറ്റി പഠിപ്പിക്കാൻ പറ്റും. അമ്മൻ ചൈൽഡിഷ് ആണെങ്കിൽ ഞാൻ പിടിച്ച മുയലിനെന്തോ 3 കൊമ്പാന്ന് പറഞ്ഞിരിക്കും, കേൾക്കത്തില്ല, ശ്രദ്ധിക്കത്തില്ല, പഠിക്കാൻ മനസ്സിലാക്കത്തില്ല, എനിക്കെല്ലാം അറിയാം. അതാ ചൈൽഡ് ലൈക്ക് ക്യാരക്ടർ. ഹ്യൂമിലിറ്റി ഉണ്ട്, ടീച്ചബിലിറ്റി ഉണ്ട്, താഴ്മയുണ്ട്, പഠിപ്പിക്കാൻ കഴിയും. അതുപോലെ സിൻസിയർ ആത്മാർത്ഥതയുണ്ട്. അമ്മൻ സ്വന്തം. അടുത്തത് പ്യൂരിറ്റി ഓഫ് ഹാർട്ട് ഉണ്ട്, ഹൃദയത്തിൽ കപടതയൊന്നും ഇല്ല. ദേഷ്യം വന്നാൽ ദേഷ്യം കാണിക്കും, അപ്പൊ വലിച്ചെറിയും, പക്ഷെ അതിനുള്ളിൽ വേറൊന്നും. അടുത്ത് വീണ്ടും വന്ന് കളിക്കും. അടുത്ത നോക്കുമ്പോൾ അവൻ റിസപ്റ്റീവാണ്. അടുത്ത കെയർ ഫ്രീ. നാളെ ചോദിച്ചു വെറിയോ ഭാരമോ നിരാശയോ ഉള്ളവരല്ല, കെയർ ഫ്രീയാ. ഇന്ന് രാത്രി നീ ചൈൽഡ് ലൈക്ക് ആയിക്കോ, ചൈൽഡിഷ് ആകരുത്. നീ വളരാൻ പരിശുദ്ധം ആഗ്രഹിക്കുക. ചൈൽഡിഷ് എന്ന് പറയുന്നത് ഇമ്മച്ചുവറാ, എല്ലാത്തിനും വഴക്ക്, എല്ലാത്തിനും പ്രശ്നം. അടുത്തത് അവൻ ഇമ്മച്ചുവർ റീസണിങ്. ഒരു കാര്യം പറഞ്ഞാൽ അവൻ അല്ലേലും ഇങ്ങനെ കണ്ടോണ്ടാണ് എന്നെ ഇങ്ങനെ പ്രസംഗിച്ചത്. അവൻ ഇല്ലാത്ത കാരണങ്ങൾ കണ്ടിട്ട് തന്നെത്താൻ വേദനിക്കുകയും മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കുകയും ചെയ്യും. അടുത്തത് സെൽഫ്, എപ്പോഴും ഞാൻ 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 എന്നൊരു ചിന്ത മാത്രം. അതിനങ്ങേപ്പുറം ഒരു കാര്യമില്ല. അതാ ചൈൽഡിഷ്. നീ കൊച്ചു കുഞ്ഞായിരിക്കരുത്. കൊച്ചു എല്ലാം തൊട്ടതിനും പിടിച്ചതിനും കരയും ബഹളം ഉണ്ടാക്കി. അടുത്തത് അവൻ ഇമ്പൾസീവ്നെസ്, അവൻ സ്വന്തം പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവങ്ങൾ. അടുത്തത് ഷാലോ അണ്ടർസ്റ്റാൻഡിങ്. ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അങ്ങേ വശവും ഇങ്ങേ വശവും ചിന്തിച്ച് ഗ്രഹിക്കാൻ ചൈൽഡിഷ്നേഷിനോട് കഴിയത്തില്ല. എന്നെ മുറിപ്പെടുത്തിയോ ചാടിക്കറി എന്ന് പ്രതികരിക്കും. അവൻ പെട്ടെന്ന് മുറികണ്ട്. അടുത്തത് അവൻ സ്വന്തം ഇൻസ്റ്റബിലിറ്റി, ഇമോഷണൽ സ്റ്റെബിലിറ്റി, സ്ഥിരതയില്ല. അവൻ ഇപ്പോഴും ഭയങ്കര അടുത്ത വീണ്ടും ചങ്കരം പിന്നെ തെങ്ങേരോ. അവൻ സ്വന്തം എന്ന് പറഞ്ഞ പോലെ അവൻ സ്വന്തം. അടുത്തത് അവൻ കെയർലെസ്, ശ്രദ്ധയില്ലാത്ത ജീവിതം. അവൻ പ്രാർത്ഥിക്കേണ്ടടുത്ത് പ്രാർത്ഥിക്കുക, കെയർലെസ് ആയിട്ട് ഓടുന്ന പരിപാടി. കർത്താവ് പറഞ്ഞത് ശിശുക്കളെ പോലെ ആയി വരാൻ പറഞ്ഞപ്പോ ആദ്യത്തെ നേച്ചറാ കർത്താവ് ആഗ്രഹിച്ചത്, അല്ലാതെ രണ്ടാമത്തെ ഭാഗമല്ല. നീ വളരണമെന്ന് ദൈവം എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ആഗ്രഹിക്കുന്നു. ഇന്നസെൻസും ഇമ്മച്യൂരിറ്റിയും തമ്മിൽ ഒരിക്കലും ചേർക്കരുത്. ഇന്നസെന്റ് എന്ന് പറഞ്ഞ നിഷ്കളങ്കതയും അവൻ പക്വതയില്ലായ്മയും തമ്മിൽ വലിയ ഡിഫറൻസ് ആണ്. അവൻ ഇന്നസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്കളങ്കത അത് വേറെയാ. പക്വതയില്ലായ്മ എന്ന് പറയുന്നത് എൻറ്റാലി ഡിഫറെന്റ്. ദൈവമക്കളെ സംബന്ധിച്ച് ദൈവത്തിന്റെ ആഗ്രഹം നീ പക്വതയുള്ളവനായി ഇടപെടുവാൻ. നമ്മളിപ്പോ ഈ ദൂതകളൊക്കെ ഞങ്ങളോട് ഉൾപ്പെടെയാ. ഭയങ്കരമായി ഈ വചനം ഒത്തിരി ആഴമാണ്, അത് സത്യവുമാ. അടുത്തത് ജീസസ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പറയാ, എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ എന്ത് ചെയ്യരുത്, തടയരുത്. ഇന്ന് രാത്രികാലം അതുകൊണ്ട് വചനത്തിൽ ഈ വാക്യങ്ങളെല്ലാം വായിക്കാൻ സമയമില്ല. നിങ്ങൾ പോയാൽ ഈ കൊരിന്ത്യ ലേഖനത്തിലൊക്കെയും അതിനെക്കുറിച്ച് ശക്തമായി പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. Next, we're going to talk about diet. As you grow, we see that the needed sustenance is found in the Word of God. Milk is mentioned as a source of nutrients that growing children need, and milk is mentioned in the Word of God as well. In 1 Peter 2 verse 2, Peter says that we should crave for the pure spiritual milk, like children, like newborns who crave for the pure spiritual milk. That is referring to the Word of God as the essential nourishment for new believers. Milk highlights purity, simplicity, and life-giving sustenance. Again, not
maturity. The command is to crave the word the way babies, newborn infants crave milk. They don't know anything else. All they know is that they hunger and they need milk when they hunger. Urgently, constantly, without corruption, without shame. That's how newborn babies crave for the milk. This craving is forward moving, not backward leaning. And the purpose is growth into salvation. Peter says you need to crave for the pure spiritual milk unto salvation, to grow unto salvation. So it's talking about deepening maturity, not always staying as a newborn baby, but rather always growing in that craving for the incorruptible word of God, not staying in the starting line. So the key is to imitate the infant's hunger, not the infant's understanding or stagnant growth. ഇന്ന് രാത്രി ഒരു കാര്യം മനസ്സിലാക്കണം. പത്രോസ് പറഞ്ഞു, അവൻ വചനം ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വളരുവാൻ വചനം എന്ന അതിന്റെ അർത്ഥം ഇന്നും നീ ശിശു ആയിരിക്കണം. ഇന്ന് രാത്രി ഒന്ന് ചിന്തിക്കുക. ക്രിസ്ത്യമോളോട് വരുമ്പോൾ ക്രിസ്ത്യമോളെ പറയാണ്, ഇപ്പോൾ ഒരു കുപ്പിപ്പാലും പിടിച്ചുകൊണ്ട് കുടിച്ചു നടക്കാൻ നിങ്ങൾ എന്തോ പറയും? ശ്വാസം ചെയ്യുന്നു. അവിടെ പറയുന്നതിന്റെ അർത്ഥം അതല്ല. നീ ക്രിസ്തുവിലേക്ക് ആദ്യം വരുമ്പോൾ ഓർത്തോളം, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, സ്നാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇന്ന് രാത്രി നിന്റെ പാൽ കുടിക്കാനുള്ള ബുദ്ധിയുണ്ട്. അത് നോക്കുമ്പോൾ അറിയാം നിന്റെ രക്ഷ കറക്റ്റ് ആണോ. കാരണം കൊച്ചു കുഞ്ഞാകുമ്പോ വിശന്ന എന്ത് ചെയ്യും? അന്നപ്പം എന്ത് ചെയ്യും? പാൽ കൊടുക്കും. അപ്പോൾ ആ പാലിനകത്ത് അതിന്റെ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിവുള്ള പ്രോട്ടീനുകളും അതിന്റെ ഘടകങ്ങളും എല്ലാം ഉണ്ട്. അതിങ്ങനെ കരഞ്ഞ് കുടിച്ചത് അതിന്റെ ബേസിസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അങ്ങനെയാ. നീ ഇന്ന് രക്ഷിക്കപ്പെട്ടിട്ട് ഇന്നും ബൈബിൾ വായിക്കാനോ ബൈബിൾ സ്റ്റഡി ഒന്ന് കേരളം പോലെ മനസ്സിലൊരു പെട പോലും ഇല്ലെങ്കിൽ കുഞ്ഞെ നിന്റെ രക്ഷയെ നീ ഒന്ന് പരിശോധിക്കണം. നീ രക്ഷിക്കപ്പെട്ടിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നീ ജനിച്ചെങ്കിൽ കരയും, കുഞ്ഞ് പാല് കുടിക്കാൻ കൊതിയുണ്ടോ? ഇല്ലയോ? തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വചനം ധ്യാനിക്കാനോ കുടിക്കാനോ നിങ്ങൾ കൊതിയില്ലെങ്കിൽ നീ എന്തെല്ലാം കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പം അതുകൊണ്ടാണ് പൗലോസ് അവിടെ വളർച്ചയ്ക്ക് വേണ്ടി പറയുന്നത്. അർത്ഥം എന്നുവെന്ന് നീ പാല് കുടിക്കുക എന്നുള്ളതല്ല അവിടെ അർത്ഥമാകുന്നത്. എപ്പോഴും ആ ക്രേവിങ്, വചനം കുടിക്കാൻ അല്ലെങ്കിൽ പാല് കുടിക്കാനുള്ള ആഗ്രഹം മുമ്പോട്ടുള്ള ആത്മീക വളർച്ചയെ കാണിക്കുക, പുറമോട്ട് വീടുന്നതല്ല. പഴയതുപോലെ വീണ്ടും കുപ്പിപ്പാലിലോട്ട് പോകുന്ന പരിപാടിയല്ലേ പറയുന്നത്. നീ വളരാൻ മായമില്ലാത്ത, അവിടെ പറയാം രക്ഷയ്ക്കായി വളരാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വേണ്ടി വാഞ്ചിപ്പീൻ. അതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ആത്മീക വളർച്ചയാണ് അതിന്റെ ഉദ്ദേശം. അത് മെച്യൂരിറ്റി, പക്വത, ആഴത്തിലേക്ക് ഇറങ്ങുന്ന അവസ്ഥയാണ് അവിടുത്തെ ലക്ഷ്യം. സ്വന്തം എപ്പോഴും ആദ്യം തുടങ്ങിയ ഓട്ടം തുടങ്ങിയിട്ട് തന്നെ നിൽക്കാനായിട്ടല്ല എന്റെ പദ്ധതി. നീ മുമ്പോട്ട് നീങ്ങാൻ വേണ്ടിയാണ് എന്റെ ഉദ്ദേശം. അതുകൊണ്ട് സ്വന്തം ചെയ്യുന്നു. ഒരു കൊച്ചു കുഞ്ഞിന്റെ ആ ദാഹം നിനക്കുണ്ടാകണം വചനത്തിന് വേണ്ടി എന്ന് വെച്ചുകൊണ്ട് കൊച്ചു കുഞ്ഞായി എപ്പോഴും പാല് കൊണ്ട് കുടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. നീ അതിലേക്ക് വളരണം, പക്വതയിലേക്ക് വളരണം. As opposed to Paul talking about solid food and meat. What is he talking about? Those are references that are there. Solid food is not talking about a different source of sustenance. It's still the word of God. It represents deeper discernment and doctrinal stability and trained spiritual senses. Solid food is not a departure from elementary doctrine, but a building upward from it. The foundation, which is the milk, remains essential. Solid food is the advanced continuation, not the replacement. So the key is don't stay going in circles at the starting point when the word is calling you to experience it deeper. നോക്കൂ, എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 12 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുകയാണ്. ജസ്റ്റ് ആ വാക്യം വായിക്കുമ്പോൾ നമുക്ക് അല്പം കൂടി ഗ്രഹിക്കാനിടയായിത്തീരും. അതിന്റെ 12-ാമത്തെ വാക്യം, കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായി വന്നിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. ശ്രദ്ധിക്കണേ, അവിടെ കട്ടിയായുള്ള ആഹാരം, പാല്. ഒരു കാര്യം ഓർക്കണം, ഈ രണ്ടും വചനമാ. ശ്രദ്ധിക്കണം, വ്യത്യാസമില്ല, വചനമാ. പക്ഷേ നീ വളരും തോറും നിന്റെ കഴിപ്പിന്റെ ആഹാരത്തിന് മാറ്റം വരും.
പണ്ട് സ്വന്തം ഈ കുഞ്ഞുങ്ങള് കൃഷിമോളും കലവട്ടിനും കഴിക്കാൻ ഒത്തിരി പുറമോട്ടായിരുന്നു. അവരെ പീഡിയേഷോർ അല്ലേ, പീഡിയേഷോറൊക്കെ നിർബന്ധിച്ച് കൊടുക്കുക പതിവ്. സ്വന്തം കുടിപ്പിക്കാൻ വേണ്ടി നോക്കുമായിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കൃഷിമോൾ വലുതായപ്പോഴത്തേക്ക് കേലപ്പ് വന്നു. കേലപ്പ് വന്നപ്പോഴത്തേക്ക് ആദ്യമൊക്കെ ഈ അരച്ച ആഹാരം ഉണ്ടല്ലോ, ഗർബർ ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഈ കുപ്പിക്കകത്ത് കോരി കൊടുക്കുന്ന സുനാപ്പിയുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇഷ്ടം കളയായിരുന്നു. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഇവൻ വളർന്നു കഴിഞ്ഞു, ഇവൻ തിന്നുന്ന കാണുമ്പോ അവക്കും തിന്നണമെന്നുള്ള ആഗ്രഹം. അപ്പോഴത്തേക്ക് അവർ ചോറുണ്ണാനുള്ള പ്രായം ആയി. ശ്രദ്ധിക്കണം, ഞാനീ പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാ. നോക്കൂ, നിങ്ങൾ ആത്മീയമായി വളർന്നു വരുമ്പോൾ വീണ്ടും അടിസ്ഥാന ഉപദേശം ഇട്ടുകൊണ്ടിരിക്കുന്നത് കട്ടിയായുള്ള ആഹാരം വരുമ്പോൾ ദഹിക്കാൻ വന്നെന്തെങ്കിലും ഉറക്കം വരും. കാരണം ഒന്നും തലോട്ട് പറ്റുന്നില്ല, മനസ്സിലാവേണ്ട പ്രാപ്തിയായിട്ടില്ല. കാരണം കാലം നോക്കിയാൽ ഇപ്പോൾ ടീച്ചേഴ്സ് ആയിരിക്കേണ്ടതാ, പഠിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു. ഇപ്പോഴും വീണ്ടും ഇളക്കപ്പരിപ്പം, ഭയങ്കര ഒരു അയ്യോ അതല്ല ക്രിസ്തീയ ജീവിതം, അതൊക്കെ ജസ്റ്റ് ഹൈപ്പോ മാത്രമാ. എല്ലാവരുടെയും അനുഗ്രഹം എന്ന് പറയുന്ന കുറെ അന്യഭാഷ അതിനേക്കാൾ ആഴങ്ങൾ ഗ്രഹിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ശ്രദ്ധിച്ചു കൊള്ളണം. ഒരു കാര്യം ഓർത്തോണം, ഈ പാലിനകത്തുള്ള പോഷകങ്ങളെല്ലാം തന്നെ ഇന്ന് നിങ്ങൾ കഴിക്കുന്ന നോക്കണം, പ്രോട്ടീൻ വേണം. പാലിനകത്ത് പ്രോട്ടീൻ ഉണ്ട്, പക്ഷെ ആ ശിശുവായിരിക്കും ദഹിപ്പിക്കാനുള്ള ആ കഴിവനുസരിച്ചുള്ള പ്രോട്ടീൻ ആ പാലിനകത്തുള്ളൂ. എന്നാൽ ഈ വളർന്നു കഴിയുമ്പോ പിന്നെ പാൽ കുടിച്ചാൽ വേണ്ട പ്രോട്ടീൻ കിട്ടത്തില്ല. ശരി, അപ്പൊ നല്ല ഇറച്ചിയും നല്ല ഇതും മീനും ഇതൊക്കെ കഴിച്ചാലേ നിനക്ക് ആവശ്യമുള്ളത് കിട്ടത്തുള്ളൂ. അപ്പം ആ ആഹാരങ്ങൾക്കകത്തും ഈ ഘടകങ്ങളെല്ലാം സെയിമാ, പക്ഷെ ആഹാരത്തിന്റെ വ്യത്യാസം. സ്പിരിച്വൽ ഗ്രോത്ത് എന്താ സഭകളിൽ നമ്മൾ ഉണ്ടാകാത്ത കാരണം എന്നുമെന്നും സ്വന്തം ആ പാല് കൊടുത്തോണ്ടിരിക്കും. യു വിൽ നെവർ ഗ്രോ. അടുത്ത പടിയിലേക്ക് വളരുവാൻ ഞങ്ങൾ പഴയ നിയമം വായിക്കുമ്പോൾ മാത്രമേ ഓരോന്നും ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നതിന് മർമ്മങ്ങളും ആഴങ്ങളും. സ്വർഗത്തിലെ ആ ആരാധന റെപ്ലിക്കയാണ് സമാഗമന കൂടാരമായി വന്നപ്പം നീ ആരാധിക്കാൻ വരുമ്പോ സമാഗമന കൂടാരം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കാരണം അതുകൊണ്ടാ അതിലേക്ക് നീ ഇറങ്ങണം. പഴയ വചനം ജസ്റ്റ് ഒന്നും രക്ഷിക്കപ്പെട്ടു യേശു നല്ല കാര്യം തന്നെ, പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്ന മർമ്മങ്ങൾ ഗ്രഹിക്കണം. സ്വർഗത്തിൽ മോശയോട് സ്വന്തം ആ സമാപന കൂടാരത്തിന്റെ മാതൃക കൊടുക്കുമ്പോൾ കണ്ടതുപോലെ മാത്രമേ ചെയ്യാവൂ, കൂട്ടാനോ കുറയ്ക്കാനോ ദൈവം അനുവദിച്ചില്ല. കാരണം സ്വർഗത്തിലെ അപ്പം നമ്മൾ ഈ പഴയ നിയമമൊക്കെ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിച്ചിട്ട് പുതിയ നിയമത്തിന്റെ പൊരുള് കാണുമ്പോൾ ഞാൻ ഒരു വിശ്വാസിയായിരിക്കുമ്പോൾ എങ്ങനെ വർദ്ധിക്കണമെന്ന് പഠിക്കണം. എന്നുമെന്നും രക്ഷ, മാനസാന്തര സ്നാനം, ആത്മാവിലെ അഭിഷേകം. അത് മാത്രമല്ല, അഭിഷേകം കൊണ്ട് പരിശുദ്ധമായ ആഴങ്ങളിലേക്ക് ഇറക്കും. വചനം അതുകൊണ്ട് ഓർത്തോണം, ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ആ ചാർട്ട് കാണാൻ പറ്റും. ഓരോ ആഹാരം, പാലില് ഈ ഘടകങ്ങളെല്ലാം ഉണ്ട്. ഫാറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് തന്നെ പിന്നീട് വരുമ്പോ പച്ചക്കറി, നമ്മൾ ബാലൻസ് ഡയറ്റ് കഴിക്കുമ്പോൾ ഇറച്ചിയും ഇതെല്ലാം കിട്ടുമ്പോൾ ഓർത്തോണം കഴിപ്പിന് മാറ്റം വന്നു. ഇവിടെ പൗലോസ് എബ്രായ ലേഖനം എഴുതുമ്പോൾ പറയുക, വളരെ ദുഃഖത്തോട് പറയുക, നോക്കിയാല് നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരെ ഇപ്പോഴും നിങ്ങൾ പാല് കുടിക്കുന്ന പ്രാപ്തിയായിട്ടുള്ളൂ. ബാക്കിയൊന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, ബാക്കിയുള്ള വരുമ്പോഴത്തേക്ക് നീ ഉറങ്ങി താഴെ വീഴും, ഒന്നും ഗ്രഹിക്കാനോ. കാരണം എന്താ, യു ആർ നോട്ട് ഗ്രോയിങ്, നീ വളരുന്നില്ല. പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. I don't have a lot of time. We're supposed to finish at 8:50, so let me run. We gotta run. Diet development. Let's talk about picky eaters. Have you ever been a picky eater? Do you know a picky eater in your life? Have you ever raised picky eaters in your life? Picky eaters only eat safe foods. They may be eating healthy foods, but they're only eating what is comfortable for them or what they're used to. That's not enough for them to grow into the next level. And they can carry that trait into adulthood if they're not corrected. In the same way, believers who only revisit familiar passages in the Word of God miss the full nourishment of it. They just cherry pick what they want instead of consuming what they need. It's called comfort zone eating. They're not going to leave their comfort zone, and that's going to lead to developmental gaps. Comfort zone Bible intake also leads to spiritual immaturity. So, growth requires variety, challenge, and conviction. Maturity means learning to digest more than what feels easy. We grow into Christ the head by receiving the whole counsel of God, not just the parts that we already know or already like. നമ്മൾ പറഞ്ഞ അവൻ പിക്കിയാന്ന് പറയും. കാരണം എല്ലാം ഒന്നും പുള്ളി തിന്നത്തില്ല. പുള്ളിക്ക് ചില ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ചിലർക്ക് പച്ചക്കറിയെ ഇഷ്ടമല്ല, അവന് ഇറച്ചി മാത്രമേ ഇഷ്ടമുള്ളൂ. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവം ക്രിസ്തുവിലേക്ക്, രക്ഷയിലേക്ക് വരുമ്പോൾ പിക്കി ഈറ്ററാകാൻ ദൈവം ആഗ്രഹിക്കും. നമ്മൾ എന്ന് പറഞ്ഞാൽ സങ്കീർത്തനം എപ്പോഴും വായിക്കും, ഏറ്റവും എളുപ്പതാ, അല്ലെ സുവിശേഷങ്ങൾ വായിക്കും. അത് വളരെ അതിനേക്കാൾ ആഴങ്ങളിലേക്ക് ഇറങ്ങി നിനക്ക് ആവശ്യമുള്ളതൊക്കെ ഇങ്ങനെ ബാലൻസ്ഡ് ഡയറ്റ് ദൈവത്തിന്റെ ആഗ്രഹമാണ്. Okay, just that one though, because we don't have time. 2 Timothy 3 verse 15 to
17, very quick. 3:15 മുതൽ 17 വരെ ദൈവം ഒരിക്കലും പിക്കി ബിലീവേഴ്സ് ആകാൻ ആഗ്രഹിച്ചിട്ടില്ല. ആമേൻ. ബാലൻസ്ഡ് ബിലീവർ. ആമേൻ. നിങ്ങളെ എടുക്കുന്ന വചനങ്ങളൊക്കെയും എല്ലാ ഭാഗത്തുനിന്നും വചനത്തിലും ദൈവം നമുക്ക് തന്നിരിക്കുന്ന വചനം വളരെ സമ്പൂർണ്ണമാണ്. ആമേൻ. സ്വന്തം ചെയ്യുന്നു. ജസ്റ്റ് പരിചയമുണ്ടാകുന്ന മനസ്സിലാകുന്ന ശരിയാവോ നല്ല നല്ല വാക്യങ്ങൾ കിട്ടും അങ്ങനെ വായിക്കാനല്ല, പിക്കീറ്ററായിട്ട് അവൻ വായിക്കാനല്ല ദൈവം നിങ്ങളെ ക്രിസ്തു വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നേക്കുന്നു. വചനത്തിൽ ആഴത്തിലേക്ക് ഇറങ്ങി മർമ്മങ്ങളെ ഗ്രഹിച്ച് ശക്തി. ഒന്ന് വായിച്ച വാക്യം വായിച്ചാൽ നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചു ഇരിക്കുന്നതിൽ നിലനിൽക്കാം. എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. എന്തിനാണ് വചനം തന്നിരിക്കുന്നത്? നിനക്ക് പോയി ചിലത് മാത്രം ചൂസെടുത്ത് കേൾക്കാന്നല്ല, ഇപ്പം അങ്ങനെ കേൾക്കാനല്ല. തിരുവഴുത്തുകളൊക്കെയും വിശ്വസിച്ചു നീതിയിലെ അഭ്യസനത്തിന്, ശാസനത്തിന്, ഗുണീകരണത്തിന്, ശിക്ഷയ്ക്ക്, ശിശീകരണത്തിന് നിന്നെ ശക്തനാക്കാൻ, പ്രാപ്തനാക്കാൻ, നിൽക്കാൻ നല്ല പിക്കിയായിട്ട് അവൻ ഹൈപ്പും കേട്ട് ഇളക്കപ്പെരുക്കും കേട്ട് അവൻ പ്രവചനം നല്ല കാര്യമോ പ്രവചനം തുച്ഛീകരിക്കില്ല. പക്ഷെ നീ ആത്മാവിൽ വചനത്തിൽ വളരണം. വചനം പോലൊരു പ്രവചനമില്ല. ഇന്ന് അനേക മനുഷ്യർ പ്രവാചകന്മാരുടെ പറയുക പ്ലീസ് യു ഗോണ മിസ് ദ പോയിന്റ്. അതിനാ പാപം എന്ന് പറയുന്ന മാർഷ്യ ലക്ഷ്യം തെറ്റിപ്പോകും. ഇന്ന് രാത്രി നീ വചനത്തിലേക്ക് വരണം. നീതിയിലെ അഭ്യസനത്തിന് തന്നിരിക്കുന്ന, ആരോഗ്യത്തിന് തന്നിരിക്കുന്ന, അവൻ 7 കൊടുങ്കാറ്റും പെരുങ്കാറ്റും നിൽക്കാൻ തന്നിരിക്കുന്ന വചനത്തിൽ തികഞ്ഞവനാകണം. Diet development, junk food, so candy and processed snacks and fast food are bright, colorful, and visually enticing because they're engineered and marketed to catch a child's eye. But we used to take Caleb out to Walmart. If there's colorful candy, he's going to say, I want that candy, because it's designed to be attractive to a child. It's convenient. You just have to open it from a package and put it in your mouth. It's really easy. They offer instant sugar rush and craving satisfaction, but it creates an addiction to counterfeits of taste and not the real thing. It gives fast pleasure without real nourishment. Real nourishment will build strength, immunity, long-term growth. But this junk food is a different source than the pure milk and the solid food. It's not coming from the same thing. It's coming from different additives and preservatives and different things that are not real nutrients. Kids often want them because everybody else is eating them, and popularity creates pressure, trying to be like everybody else. And they're not able to comprehend why it's bad for them. Try to explain to a child why he can't have ice cream for breakfast, lunch, and dinner. He's not going to understand why it's bad for him. All he knows is that it's good and everybody likes it. That's why I want it. But just because the child feels full after a bowl of ice cream doesn't mean he has all the nutrients that he needs from it. Fullness doesn't mean you getting all the nutrients that you need. Immature believers can be drawn to spiritual junk food like teachings, trends, traditions, or rituals that look attractive but don't have a basis in the nourishment that the person needs. It feels sweet and it is popular. It might leave you feeling full, but you are malnourished. ഇന്ന് രാത്രി സമയം പെട്ടെന്ന് പറയും ജങ്ക് ഫുഡ് എന്ന് കേട്ടു. ജങ്ക് ഫുഡ് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ജങ്ക് ഫുഡ്. മക്ഡൊണാൾഡ്സിൽ പോയാൽ ഫാസ്റ്റ് ആയിട്ട് കിട്ടും. ഏറ്റവും ഇഷ്ടമുള്ള ഫ്രഞ്ച് ഫ്രൈസ്, ഇല്ലെങ്കിൽ അവൻ സ്വന്തം ചെയ്യുന്നു കേക്ക്, എന്താ പറയുക, ടേസ്റ്റി കേക്ക്സ്. അവൻ ആൾക്കാരെ, പിള്ളേരെ ആകർഷിക്കാൻ പിള്ളേർക്ക് അതൊക്കെ മതി, വേറെ ഒന്നും വേണ്ട. ചിപ്സും കേക്ക്സും ഇതൊക്കെ കഴിച്ചുകൊണ്ടാക്കുക. എന്നാൽ അവർക്ക് ആരോഗ്യം കൊടുക്കുന്ന, അവരുടെ ശരീരത്തിന് വേണ്ടപ്പോൾ ഇത് കഴിച്ച് നല്ല ടേസ്റ്റുമാണെന്നാലും അതിലോട്ട് അഡിക്റ്റഡ് ആയിട്ട് പോകും. അത് ജങ്ക് ഫുഡാണ്. അവൻ സ്വന്തം വയറ് നിറയും, പക്ഷെ കിട്ടേണ്ടത് കിട്ടത്തില്ല, കിട്ടേണ്ടാത്തത് കിട്ടും. ഷുഗറും പ്രഷറും അവൻ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോ തന്നെ അവൻ സ്വന്തം ചെയ്യുന്നു. ഒത്തിരി അവൻ ഒബേസിറ്റിയും എല്ലാം കടന്നു. അവർക്ക് അങ്ങോട്ട് വരുന്നു, എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നെന്നാ പറയുന്നത്. ശ്രദ്ധിക്കണം. അപ്പൊ നോക്കണം പ്രിയമുള്ളവരെ, ഇന്ന് സഭകളില് ഒത്തിരി അവർക്ക് ഭയങ്കര രസമാണ് ഈ ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡുകൾ. സന്തോഷമാണ്, എല്ലാവർക്കും അത് കേൾക്കാനാണ് ഇഷ്ടം, അത് കഴിക്കാനാണ് ഇഷ്ടം. ഈ കഴിച്ചെന്ന് ചീർക്കുകയും ആവശ്യമില്ലാത്ത രോഗവും വരുമെന്നല്ലാതെ അത് യഥാർത്ഥ ആഹാരമല്ല. അതിനകത്തെല്ലാം ഫേക്ക്. നിന്നെ ഒന്ന് ഉത്തേജിപ്പിക്കണം, നിന്നെ രസിപ്പിക്കണം. ആൾക്കാർക്ക് അത് മതി. അപ്പൊ ഭയങ്കര അനുഗ്രഹമായിരുന്നു. എടാ എന്തോ നീ കിട്ടി, നീ ഇളകി 2 സ്വത്വം അല്ലെങ്കിൽ അന്യഭാഷയും പറഞ്ഞല്ലോ. ആ അന്യഭാഷ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ നിന്റെ ജീവിതത്തില്? അവൻ ഇല്ല. അവൻ എന്ത് കിട്ടി? ജങ്ക് ഫുഡ് കിട്ടി, വീണ്ടും ചീർത്തിരിക്കുക, ഞാൻ എടുക്കാനാന്നുള്ളത്. അപ്പൊ ഓർത്തോണം, അവൻ അതൊരിക്കലും നമുക്ക് തരേണ്ടതെല്ലാം തരികയില്ല, അവൻ തരേണ്ടാത്തത് തരും. So it offers immediate
emotional highs, but lacks the substance that produces holiness, discernment, and Christ-likeness. You need to grow into the head that is Christ, right? So if a teaching is not rooted in Scripture, it cannot glorify Christ, because Christ is the Word made flesh. It doesn't make sense for you to try to be like Christ with sources that are not Christ himself. So vain traditions may look spiritual, but they do not nourish the soul or produce true maturity. True nourishment comes from the whole counsel of God, not spiritual. It feels spiritual enough alternatives that cater to taste. ഇന്ന് രാത്രികാലം ടേസ്റ്റിനനുസരിച്ച് ഉണ്ടാക്കുന്ന ആഹാരം കഴിക്കാനല്ല വിശ്വാസികളെ വിളിച്ചേക്കുന്നത്. മായമില്ലാത്ത അത്ഭുത വചനം, അത് മായമില്ലാതെ തന്നെ കഴിക്കാൻ. അത് കഴിച്ചില്ലേ നീ ആരോഗ്യമുള്ള വിശ്വാസിയാകത്തില്ല. നിന്റെ ടേസ്റ്റ് അനുസരിച്ച് നീ ഇങ്ങനെ ഫീൽ ചെയ്തു പോകും, പക്ഷെ വേണ്ട നറിഷ്മെന്റ് നിനക്ക് കിട്ടത്തില്ല. വേണ്ടതുപോലെ ക്രിസ്തുവിന്റെ വരവുകൾ കാണപ്പെടാത്തക്കൊണ്ട് നിൽക്കാൻ നമ്മെ കൊണ്ട് കഴിയത്തില്ല. അതുകൊണ്ട് അവൻ ഇന്ന് രാത്രി ഓർത്തോണം, അവൻ നാം കഴിക്കുന്ന ആഹാരം വളരെ ശ്രദ്ധിക്കണം. I'm just capsizing this, not going to read every single point, but obesity and exercise. Did you know that in the U.S. about 1 in 5 children have obesity, often because they consume calories without enough physical activity? Maybe they might be growing up in homes where their parents are giving them all the 5 food groups. That's good and all, but if you stay sitting and don't have physical activity, if you consume more calories than you are burning, then you are still unhealthy. Believers can take in solid biblical teaching, yet remain spiritually stagnant if they never exercise what they learn. Paul teaches that maturity includes teaching others and putting truth into practice. Solid food is meant to produce discernment through constant practice, constant use, not passive, just eating consumption. Even healthy doctrine. Previously we talked about alternative doctrine that's not based in the Word, but even healthy doctrine can lead to spiritual obesity and arrogance if it's never lived up. Because knowledge without obedience puffs you up. It doesn't make you lean, mean, ready to run the race that you have to run. So strength comes when believers do the Word, serving, loving, resisting temptation, walking in holiness. A believer who practices the Word grows steady and strong. A believer who only listens becomes weak, idle, and easily shaken. ഇന്ന് രാത്രി അനേകരുടെ വിചാരം, ഞായറാഴ്ച പോയി പ്രസംഗിച്ച് ഒത്തിരി പ്രസംഗം കേട്ടോ, ആത്മീയം ഭയങ്കര ഒന്നാന്തരം ബസര. ഈ നാളുകളെ കഴിച്ചോണ്ടിരിക്കുക. എന്താണ് ഈ വണ്ണം കൂടുക എന്ന് പറഞ്ഞാൽ, കുടവയറ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ ഇഷ്ടംപോലെ കഴിച്ചു കയറ്റുന്നതനുസരിച്ച് ഇത് പുറത്തോട്ട് പോകുന്നില്ല, ഊർജം പുറത്തോട്ട് എത്തിയുന്നില്ല, പോകുന്നില്ല. അതുകൊണ്ടാണ് കാലറി ബേൺ ചെയ്യാൻ എക്സസൈസിന് പോകുമ്പോൾ നീ കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ച് ബേൺ ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ എന്നെ പോലെ ഈ വയറ്റിലൊക്കെ ഇങ്ങനെ ഫാറ്റ് ആയിട്ട് പിടിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനാ എക്സസൈസ് പല കാര്യങ്ങളൊക്കെ തന്നിരിക്കുന്നത്. ഇന്ന് ആത്മീക ലോകത്തിൽ ആരാധനയ്ക്ക് പോകുന്ന കുത്തിയിരുന്ന് വർഷങ്ങൾ പ്രസംഗം കേൾക്കുക, അല്ലേ? കഴിച്ചോണ്ടിരിക്കുക. ഇത് മുള്ളോട്ട് പോകുന്നുണ്ടോ? ഒരുത്തനോട് പറയുന്നില്ല, ഒറ്റ വീട്ടിൽ പോയി പ്രാർത്ഥിക്കുന്നില്ല, ഒരൊറ്റ സുവിശേഷ പ്രവർത്തനങ്ങളിൽ അമിത്വം ജസ്റ്റ് റിച്വൽ റുട്ടീൻ കാര്യം നീ ചെയ്യുന്നത്. ക്രിസ്തുവിന്റെ രാജ്യത്തിന് വേണ്ടി ഒരു ബെഡ് പോലും നീ അനക്കുന്നില്ല, ഒരു എക്സസൈസ് പോലും ചെയ്യുന്നില്ല. നീ കഴിച്ചു കയറ്റുന്നതെല്ലാം നിന്റെ ശരീരത്തിൽ ചീർത്തുമല്ലാതെ നിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോയി അത് ഊർജ്ജമായി ഇതിനെ എക്സസൈസ് ചെയ്യണമെന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ എന്ത് പറ്റും? കയറ്റി ചീർത്ത് പദ്ദപ്പാക്കി ഞാൻ വലിയവനാകൊണ്ടിരിക്കും. വണ്ണം കൂടി അത് രോഗമായി മാറും. ഇനി അത് കട്ടിയായിട്ടുള്ള ആഹാരമാണ്. ശ്രദ്ധിച്ചോണം, ജങ്ക് ഫുഡ് മാത്രമല്ല, കട്ടിയായിട്ടുള്ള ആഹാരം നീ കഴിച്ചിട്ട് നീ പ്രയോജനപ്പെടാൻ നിന്നെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ, നീ ഫ്രൂട്ട്ഫുൾ ആകുന്നില്ലെങ്കിൽ, നീ അനേകരുടെ ഭവനിൽ പോയി സുവിശേഷം പറയാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ, നീ ക്രിസ്തുവിന്റെ സാക്ഷിയാകുന്നില്ലെങ്കിൽ, നീ എത്ര കട്ടിയുള്ള ആഹാരം കഴിച്ചാലും നീ വണ്ണം കൂടി സ്വന്തം പൊണ്ണത്തടിയനായി വരും. സ്വന്തം ചെയ്യുന്നു, നിനക്കത് അസുഖമായി മാറും. ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, നോക്കണം. സ്വന്തം ചെയ്യും, നീ കഴിക്കും തോറും അത് വ്യായാമം ചെയ്യുവാന്, അത് എക്സസൈസ് ചെയ്യാന്, നീ ചിലത് ദൈവത്തിന് വേണ്ടി ചെയ്യാൻ നീ ഉപയോഗിച്ചില്ലെങ്കിൽ കഴിക്കും തോറും നിന്റെ വണ്ണം കൂടുകയും ചീർക്കുകയും ചെയ്യുന്നല്ലാതെ ദൈവം ആഗ്രഹിക്കുന്ന വളർച്ചയിലേക്കോ നിന്റെ മസിൽ കഴിച്ചിരിക്കും. നമ്മുടെ മസിൽ പിടിച്ചു കഴിഞ്ഞാൽ പളവളാതിരിക്കും. നീ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ മസിലുകൾ വന്നിട്ട് എത്ര വലിയ പ്രതികൂലം വന്നാലും ഉറച്ചു പിടിച്ചു നിൽക്കാൻ നിന്റെ ശരീരത്തില് ബലവും ആരോഗ്യവും മസിൽസുമുള്ള സ്ട്രോങ് അപ്പോൾ ലീൻ ആകും. കാരണം നീ വ്യായാമം ചെയ്യുമ്പോൾ ആ ഊർജ്ജം, ആ ഫാറ്റ് ഒക്കെ പുറത്തു പോകും. പിന്നെ
നിന്നെ അവൻ വയറ്റിലൊന്നും പിടിച്ച് അവൻ കുടവരായിട്ട് മാറത്തില്ല. അവൻ സ്വന്തം നീ ലീൻ ആയിരിക്കും, പക്ഷെ സ്ട്രോങ് ആയിരിക്കും. അവൻ നിന്റെ മസിൽസ് ശക്തമായിരിക്കും. കൊടുങ്കാറ്റുകൾ വരുമ്പോൾ, പെരുങ്കാറ്റുകൾ വരുമ്പോൾ, ശത്രു നിന്നെ അടിച്ചു താഴിടാൻ വരുമ്പോൾ ഉറച്ചു നിൽക്കാൻ നിന്നെ കൊണ്ട് കഴിയും. ഇന്ന് പകൽക്കാലം പരിശുദ്ധമ്മ പറയുന്നു, അവൻ ഇനി കട്ടിയായുള്ള ആഹാരമാണ് ഇത് കഴിച്ചാലും വ്യായാമം ചെയ്യുവാൻ, വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ വിശ്വാസ നിലത്തിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ആവശ്യമാണ്. The final thing, this is the final thing that I want to say. We're at the home stretch. We talked about the diet and growing individuals. Last thing I'm going to say is, we said do. Don't just intake, but use that energy from the food to do what you're supposed to do. What are the mature behaviors that people should grow into doing? What should their goals be? Reactions and responses and interactions be? Every kid usually has a role model or a hero that they look up to at every stage of development. Not just kids, but every single, even in your old age, you might look up to somebody. I know I'm losing you guys. Pay attention. So, believers grow for Christ, to Christ, and through Christ, not by self-effort, but by His life in us. Christ is not merely an example to copy. He is the source of the power who enables us to imitate Him through the Spirit and the Word. Many believers experience stunted growth, that their growth quickly just pauses because they center their development on leaders and teachers and influencers and peers and other admired Christians. And if and when, not just if those individuals, human beings will fall, they're weak and they will fall. When those human models fall, the believer often stumbles and doubts and falls away because Christ was not the foundation. Amen. Christ was not the role model. Christ was not the source of strength that they used to grow up. So human role models can inspire you, but they cannot sustain you. Only Christ can form you into His likeness. So, true maturity is becoming more and more like Christ. Growth happens through the living Word, daily guidance, and the Spirit's transforming work. A mature and growing believer fixed on Christ, growing unto the head that is Christ, that person will live with purpose. They won't live aimlessly. They will love others sacrificially, like Jesus did. Jesus lived with an aim. Jesus loved sacrificially. Jesus preached the gospel of repentance. We too must preach the gospel. Jesus refused to stay spiritually stagnant. We must also not be spiritually stagnant. Jesus resisted temptations. We must resist temptations. Jesus avoided childish reactions to conflict and circumstances. There are so many references that tell us not to be surprised when affliction and tribulation come, because we're supposed to emulate Jesus, who endured patiently through struggle and trial. We need to cling to God through suffering, trial, and reviling, as Christ, for example, did. We need to endure discipline as sons, as Christ did. We need to follow Christ for who He is and not for material blessings. ഇന്ന് രാത്രികാലം ഒരു കാര്യം കൂടി ഓർപ്പിച്ച് നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, എപ്പോഴും നമുക്ക് വളരുമ്പോൾ നമുക്കൊരു മാതൃകാ പുരുഷൻ കാണും. നിങ്ങൾ നോക്കണം, ബാക്കിലോട്ട് പോയിക്കെ അപ്പൻ അവിടെ ലോൺ മോർ ഇട്ടൊഴിക്കുക, കൊച്ചു എന്ത് ചെയ്യുക, ഒരു ലോൺ മോർ അപ്പന്റെ വീട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അമ്മ ഭയങ്കര ഫോണിലാ, കൊച്ചു മോളും എന്ത് ചെയ്യുക, ഫോൺ വിളിച്ച് അമ്മയെ നോക്കിക്കൊണ്ട് ചെയ്യാം. ഇതുപോലെ ഏതൊരു വ്യക്തിക്കും റോൾ മോഡൽ ഉണ്ട് അല്ലേ? അവൻ ഒരു വ്യക്തിയെ കണ്ട് അതിനെ അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കും, അവരെ പോലെ ആകാൻ അവർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ട്. ഇന്ന് പകൽക്കാലം ക്രിസ്തീയ വളർച്ചയിൽ ഒരു കാര്യം വളരെ ശ്രദ്ധിച്ചോണം. മറ്റനേകർ നിങ്ങളെ പ്രചോദിപ്പിച്ചോട്ടെ, അവൻ പാസ്റ്റർമാർ നിങ്ങളെ പ്രചോദിപ്പിച്ചോട്ടെ, അവരാകരുത് നിങ്ങളുടെ മോഡൽ. കാരണം അവര് വീണാൽ എന്റെ വിശ്വാസം നമുക്ക് തകർന്നു പോകും. ഇന്ന് അനേകരുടെ വിശ്വാസം പാസ്റ്റർമാരെ ചുറ്റിപ്പറ്റിയ, പാസ്റ്റർമാര് പറഞ്ഞതിന് പുറത്തു പോയി പിന്നെ അവർക്ക് പിന്നെ ജീവൻ. അങ്ങനെ ആകല്ലേ. നിന്റെ റോൾ മോഡലാണ് യേശുനാഥനാണ്. എന്ന് പകൽക്കാലം നീ നോക്കേണ്ടത് ആരെയാണ്? ക്രിസ്തുനാഥനെ മാത്രം നോക്കണം. ഇല്ലെങ്കിൽ നീ പാസ്റ്റർമാര് ചെയ്യുന്നതും പാസ്റ്റർമാര് കാണിക്കുന്നത് കണ്ടുപഠിച്ചിട്ട് നീ അവരെ പോലെ മനം തഴമ്പിച്ചവരായി പോകും. എന്നാൽ നോക്കണം, പൗലോസ് പഠിപ്പിക്കുന്നു, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങൾ എന്റെ അനുകാരികൾ ആകുക. അനേകം പാരമ്പര്യം നമ്മൾ പാലിക്കണം എന്ന് പറയുമ്പോൾ അവൻ പൗലോസ് പഠിപ്പിച്ച പാരമ്പര്യം സ്വന്തം ട്രഡീഷണൽ പാരമ്പര്യമല്ല പഠിപ്പിച്ചത്. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങൾ എന്റെ അനുകാരികൾ. So if Paul did something that wasn't imitating Christ, you can't imitate that, because Paul said, imitate me as I imitate Christ. അപ്പൊ നോക്കണം, അപ്പോൾ ക്രിസ്തുവിന്റെ സ്വഭാവമല്ലാത്ത ഒന്ന് പൗലോസ് കാണിച്ചാൽ നീ അതിനെ അനുകരിക്കരുത്. ശ്രദ്ധിച്ചോണം. കാരണം പൗലോസ് അടിച്ചത് പലത് പൗലോസ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ചോണം. നിങ്ങൾ ഓർത്തോണം, പഠിപ്പിക്കുമ്പോഴും ഉപദേശപ്പെടുമ്പോഴും പൗലോസിൽ പോലും കുറവുകൾ കാണാൻ പറ്റും. കാരണം അവൻ താൻ യെരൂശലേമിലേക്ക് ചെല്ലുമ്പോൾ, രണ്ടാമത് ചെല്ലുമ്പോൾ അവൻ ഓൾറെഡി പഠിപ്പിക്കുക, കൊലോസിലുള്ളവരെ പഠിപ്പിക്കുക, പെരുന്നാള്, വാവ്, ശബദ്, ഈ നേർച്ച, ഈ ഇതൊന്നും അവൻ അത് വരാനുള്ളവരുടെ നിഴലാണ്. അത് വന്നു കഴിഞ്ഞപ്പോ തീർന്നു. യെരൂശലേമിൽ ചെന്നപ്പോ യാക്കോബ് പറഞ്ഞു, എടാ ഒരു കാര്യം, അവിടെ ബഹളം ഉണ്ടാക്കണ്ട, അവര്
നമ്മുടെ ചില സഹോദരന്മാർക്ക് നേർച്ചയുണ്ട്. നേർച്ച നീ അവിടെ തല മടിക്കാനുള്ള പൈസ ഒന്ന് കൊടുത്തു. പുള്ളിക്കാരൻ പഠിപ്പിച്ചു. വല്ല പ്രകടനം ഉണ്ടായോ? അമൻ സ്വത്രം. ഇന്ന് പകൽക്കാലം പുള്ളി ഉപദേശിച്ചതിന് അവൻ വിരുദ്ധമായി പഠിപ്പിച്ചതായിട്ടുള്ള പല ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പകൽക്കാലം ഓർത്ത് പൗലോസ് പറയും, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയാകുന്ന പോലെ നിനക്ക് നോക്കാനുള്ളത് ക്രിസ്തുവാണ്. യേശുവിനെ നോക്കി ജീവിപ്പാൻ ഒരൊറ്റ പാസ്റ്ററല്ല, പൗലോസല്ല. അതുകൊണ്ടാണ് പൗലോസ് അവൻ ഞങ്ങൾ പഠിപ്പിച്ചതിന് വിരുദ്ധമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിലെ ദൂതന്മാരാകട്ടെ വന്ന് പഠിപ്പിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ ഓർത്തോണം ഉടപറവൽക്കടന. കാരണം ക്രിസ്തുവിൽ നിന്ന് മാറ്റിക്കളയുന്ന ദുഷ്ടപിശാചിന്റെ വ്യാപാരം സഭകളിൽ വ്യാപരിക്കുമ്പോൾ, വ്യക്തി ജീവിതങ്ങളിൽ വ്യാപരിക്കുമ്പോൾ, കാരണം അവന്റെ ഏക ലക്ഷ്യത്തിന്റെ വളർച്ചയെ മുരടിപ്പിക്കുക. കാരണം വളർന്നവരെ ചേർക്കാനാണ് യേശു വരുന്നത്. അവൻ എന്ന് രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടവരെ കൊണ്ടാണ് ഒരിക്കലും പറയത്തില്ല നീ വളർന്നില്ലെങ്കിൽ പാസ്റ്ററാണെങ്കിലും അവൻ നമ്മൾ ഏത് വിശ്വാസം അവൻ വി ഹാവ് ടു ഗോ ഇൻ മെച്യൂരിറ്റി. ഒരു പാസ്റ്റർ ആകരുത്. നിന്റെ നോട്ടം ആകാരം ക്രിസ്തുവാകണം, ക്രിസ്തുവിലല്ലാതെ. അതുകൊണ്ട് ക്രിസ്തുവിനെ പോലെ ക്രിസ്തുവാകുന്ന തലയോളം ക്രിസ്തുവിൽ വേരൂന്നി അവൻ സ്വന്തം ക്രിസ്തുവിൽ ജനിച്ച് അവൻ നീ വളരാൻ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ അതുകൊണ്ട് കർത്താവിന്റെ മേശ നടത്തുമ്പോൾ എപ്പോഴും ഞാൻ പറയും, കാരണം നീ ആരാധനയ്ക്ക് വരുമ്പോൾ കോർ കർത്താവിന്റെ മേശയാ. എന്താ യേശു പറയാം, എന്റെ ഓർമ്മയ്ക്കായി ഇത് എന്താ എന്റെ ഓർമ്മ? അവൻ വരണ്ട നിലത്തുനിന്ന് വേര് മുളയ്ക്കുന്നത് പോലെ വന്നു. കണ്ടാൽ ആഗ്രഹിക്കപ്പെട്ട സൗന്ദര്യമില്ല. എല്ലാവരും ത്യജിക്കപ്പെട്ടു, നിന്ദിക്കപ്പെട്ടു. അപ്പൊ നീ ആരാധനയ്ക്ക് വരുമ്പോൾ പുത്രനെ ഒന്ന് ഓർക്കുമ്പോ, അയ്യോ എന്റെ ഗുരുനാഥനെ ആരും ആദരിച്ചില്ല, അവന് സൗന്ദര്യമില്ലായിരുന്നു. അവൻ ഇന്ന് രാത്രി അവൻ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ ബാധിക്കരുത്. വരുമ്പോ ക്രിസ്തുവിനെ നീ ഒന്ന് നോക്കിയാൽ മതി. ക്രിസ്തുവിനെ പോലെ ആകാൻ അവൻ എല്ലാവരും നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു. ഇന്ന് രാത്രി നീ സാഡാണോ? കർത്താവ് മോനെ എന്റെ ഓർക്ക്, ഞാൻ വ്യസനപാത്രമായിരുന്നു, രോഗം ശീലിച്ചവനായിരുന്നു. രോഗം ശീലിച്ചവനായിരുന്നു. നീ ആരാധിക്കുന്നത് എനിക്ക് വേണ്ടി എന്നെ രക്ഷിക്കാൻ, എനിക്ക് വേണ്ടി സകലവുമായി തീർന്നു. എന്റെ പാപമൊഴിക സകലത്തിലും എന്നെ പോലെ ആയവനെ ഇന്ന് നോക്കാൻ, കാണാൻ, നിനക്ക് വളരാനും യേശുവുണ്ട്. ഇന്ന് രാത്രി യേശുവിൽ വളരെ നിന്നെ തളർത്താൻ ആരെക്കൊണ്ടും കഴിയുകയില്ല. ഓരോ കഷ്ടതകൾക്ക് നിന്നെ ഉടയ്ക്കാൻ പറ്റത്തില്ല. പുത്രനെ നോക്കിയാൽ മതി. വേദനകളുടെ ആഴങ്ങൾ കൂടി പോകുമ്പോൾ, നിന്ദകൾ കൂടി പോകുമ്പോൾ, ക്രൂശീകരണ അനുഭവങ്ങൾ കൂടി പോകുമ്പോൾ ആ പ്രാണപ്രിയനെ നോക്കിയാൽ മതി. ആ കാൽവരി കുരിശുമരത്തിൽ കടന്നു പറയുന്ന പ്രാണപ്രിയനെ, എലോഹി എലോഹി ലമ്മാ ശബക്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് പറഞ്ഞ് അല്ലറിക്കറിയുന്ന നാഥനെ ഒന്ന് നോക്കിയാൽ മതി. ഇന്ന് രാത്രി നിനക്ക് ജീവൻ പ്രാപിക്കാൻ പറ്റും. ഇന്ന് രാത്രിക്കാലം ചില സമയം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ വരുമ്പോൾ അവൻ പുത്രൻ പാപമില്ലാതെ നിന്നെ വിളിച്ചിട്ടും പിതാവ് ചെവി പൊത്തി കളഞ്ഞെങ്കിൽ ഇന്നൊന്ന് കണ്ടിട്ട്, യോ എന്റെ ഗുരുവിന്റെ പുറകെ നടക്കാൻ, ആ തലയോളം വളരാൻ എനിക്കൊരു ഭാഗ്യം കർത്താവ് തന്നല്ലോ. ഇന്ന് രാത്രി നീ നിരാശപ്പെടുന്ന വിശ്വാസിയാകത്തില്ല. നീ ആത്മാവിൽ സന്തോഷിക്കുന്ന വിശ്വാസിയാകും. നീ മെച്ചുവറാകും, നീ ശക്തനാകും. ക്രിസ്തുവിനെ പോലെ യേശുവെ പോലെ ആകുവാൻ, യേശുവിന്റെ വാക്ക് കാക്കുവാൻ, അവൻ യേശുവെ പോലെ ജീവിക്കാൻ ഇവയെ ഞാൻ കാംക്ഷിക്കുന്നു. ഇന്ന് രാത്രി പരിശുദ്ധമ പറയാ, അവൻ ദൈവസഭയെ വളരുക എന്ന് പറയുമ്പോൾ അവൻ നിന്റെ ജനനം അവനിലായിരിക്കണം, വചനത്തിലായിരിക്കണം. അവൻ സ്വന്തം നീ വലിച്ചെടുക്കുന്നത് നിന്റെ പോഷകം ക്രിസ്തുവിൽ വേരൂന്നി വളരണം, ക്രിസ്തുവിനുള്ളിൽ വളരണം, ക്രിസ്തുവാകുന്ന തലയോളം വളരണം. ഇന്ന് രാത്രിക്കാലം അങ്ങനെ വളർന്നാൽ നിന്റെ ക്രിസ്തു ജീവിതം ഫലമുറ്റതാകും. യേശു ഭൂമിയിൽ വന്നപ്പോൾ ലക്ഷ്യമില്ലാത്തവനായിട്ടല്ല ജീവിച്ചത്. എപ്പോഴും അവൻ നോക്കണം, എല്ലാത്തിനും കീഴ്വഴങ്ങി, എല്ലാ മനുഷ്യ നിയമങ്ങൾക്കും കീഴ്വഴങ്ങി, അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി, അധികാരങ്ങൾക്ക് അവൻ കീഴടങ്ങി. അവൻ കൈസർക്കുള്ളത് കൈസർ കൊടുത്തു. ആരോടും അവൻ ബഹളമുണ്ടാക്കാനോ റിവോൾട്ട് ചെയ്യാനോ പോയില്ല. ആരോടും പ്രക്ഷോഭം കാണിക്കാനോ പ്രതിഷേധം രേഖപ്പെടുത്താനോ എന്റെ യേശുവിനെ കണ്ടില്ല. അവൻ സ്വന്തം സ്ഥലത്ത് പോയി അവിടെ തമ്പടിച്ചിട്ട് അവിടെ അവൻ സഭയുണ്ടാക്കി അവിടെ സാമ്രാജ്യം സൃഷ്ടിക്കാൻ യേശു ശ്രമിച്ചില്ല. യേശു പറഞ്ഞു, അവൻ എന്നെ അടുത്ത ഗ്രാമങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. ആൾക്കാർ അവനെ രാജാവാക്കാൻ നോക്കുമ്പോൾ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, സ്വന്തം പ്രൊജക്ഷന് വേണ്ടി എന്റെ യേശുനാഥൻ ഒന്നും ചെയ്തില്ല. ഇന്ന് രാത്രികാലം പാസ്റ്റർമാരെ നോക്കി നീ വളരരുത്, തെറ്റിപ്പോകും, അമേർഷ്യ ലക്ഷ്യം തെറ്റിപ്പോകും. ഇന്ന് രാത്രി പുത്രനെ നോക്കാം, വളരാൻ, ക്രിസ്തുവാകുന്ന തലയോളം വളരാൻ ഇന്ന് രാത്രി അതിനായി നമ്മെ സമർപ്പിക്കാം. ഈ വനങ്ങളാൽ അവൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.